നമസ്കാരം. ജനഹിതം 2026 എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് ജനഹിതത്തിൽ നമ്മോടൊപ്പമുള്ളത് കൊച്ചിയുടെ, കേരളത്തിൻ്റെ മുഖമായ, അധ്യാപനത്തിൽ തുടങ്ങി രാഷ്ട്രീയത്തിൻ്റെ കൊടുമുടിയിലെത്തിയ, ചെങ്കോട്ട വരെ എത്തിയ, കൊച്ചിക്ക് 2 മാഷേ ഉള്ളൂ, സാനുമാഷും നമ്മുടെ KV തോമസ് മാഷും. KV തോമസ് മാഷാണ് എന്ന ലീഡേഴ്സ് ടോക്കിൽ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തെക്കുറിച്ച്, നിലവിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് സംസാരിക്കാനായി നമ്മോടൊപ്പം ചേരുന്നു. മാഷെ, നമസ്കാരം. എനിക്ക് ആദ്യം ചോദിക്കാനുള്ളത്, ഇന്ന് അദ്ദേഹത്തിൻ്റെ ജന്മദിനമാണ്. എല്ലാ ആശംസകളും നേരാണ്. 80ാം പിറന്നാളാണ് ഇന്ന് മാഷിന്. അദ്ദേഹത്തിൻ്റെ പുതിയ പുസ്തകവും ഇന്ന് പ്രകാശനം ചെയ്യുകയാണ്. മാഷെ, ആദ്യമായി ചോദിക്കാനുള്ളത്, ഇന്ന് പുസ്തകം പ്രകാശനം ചെയ്യാണ്. കുമ്പളങ്ങിക്കാരനാണ്. ആദ്യത്തെ പുസ്തകവും എന്റെ കുമ്പളങ്ങിയായിരുന്നു. രണ്ടാമത്തെ പുസ്തകം, ഇത് 17ാമത്തെ പുസ്തകമാണ്. അതിന്റെ പേര് കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ട വരെ, ഇന്നും പ്രകാശനമാണ്. മാഷെ, എങ്ങനെയാണ് ഈ ഒരു കുമ്പളങ്ങിയിൽ നിന്ന് ചെങ്കോട്ട വരെ എത്താനുള്ള ഒരു സാഹചര്യം എന്തായിരുന്നു? ഒന്ന് ദൈവനിശ്ചയമാണ്. എൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുമ്പോൾ ഞാൻ 22 വയസ്സിൽ കുമ്പളങ്ങി 7ാം വാർഡിൻ്റെ പ്രസിഡൻ്റായ ആളാണ്. അന്ന് മെമ്പർഷിപ്പ് ഇലക്ഷൻ നടക്കുന്ന, മെമ്പർഷിപ്പ് കൊടുത്ത് വാശിയേറിയ മത്സരമാണ്. ഇപ്പോൾ കേരളത്തിലേക്ക് മെമ്പർഷിപ്പ് ഇലക്ഷൻ കൊടുത്ത് കഴിഞ്ഞിട്ട് നടന്നിട്ട് 25 വർഷമായി കോൺഗ്രസ്. പക്ഷെ അന്ന് വാശിയേറെ ഈ 4ാം മെമ്പർഷിപ്പാണ്. പീതാംബരം മാഷാണെന്ന് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്, ഇന്ന് പള്ളുരുത്തി ബ്ലോക്കാണ്. DCCയുടെ വൈസ് പ്രസിഡന്റ്, PH മുസ്തഫ പ്രസിഡന്റ്, മുഹമ്മദ് അലി ആലുവായിലെ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി. ഇപ്പോൾ പീതാംബരം മാഷ സ്വാഭാവികം അന്നുമൊക്കെ കുറച്ച് ഗ്രൂപ്പൊക്കെ ഉണ്ട്. മാഷ് നല്ല സോഷ്യലിസ്റ്റാണ്, നല്ല അധ്യാപകനാണെങ്കിൽ പോലും സ്വല്പം ഗ്രൂപ്പ് ഉണ്ട്. അപ്പോൾ ഞങ്ങളൊക്കെ മുസ്തഫയുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആളുകളാണ്. PH മുസ്തഫ. അപ്പോൾ സാധാരണ തരുന്നത് പോലെയുള്ള മെമ്പർഷിപ്പ് ബുക്ക് പീതാംബരം മാഷ് ഞങ്ങൾക്ക് തന്നു. ഞങ്ങൾക്കത് പോരാ. ഞങ്ങൾക്ക് എൻ്റെ ആഗ്രഹം എന്താ, എൻ്റെ ജീവിതാഭിലാഷം എന്ന് പറയുന്നത് കുമ്പളങ്ങി പഞ്ചായത്ത് പ്രസിഡൻ്റാകണം, കുമ്പളങ്ങി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ്. അപ്പുറത്തേക്കൊരു ആഗ്രഹമൊന്നുമില്ല. അപ്പോൾ ഞാൻ ഈ 22 വയസ്സിൽ തേവര കോളേജിൽ അധ്യാപകനായി വരുന്നു. അതിന് മുമ്പുള്ള കാലഘട്ടങ്ങളിൽ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന കാലത്തും കോൺഗ്രസുമായിട്ട് ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത്. എൻ്റെ അപ്പൻ അമ്മയൊക്കെ കോൺഗ്രസ്സുകാരാണ്. അതിന് കാരണം പറമ്പിത്ര മാസ്റ്റർ ഞങ്ങളുടെ ഹെഡ് മാസ്റ്ററായിരുന്നു. അദ്ദേഹമാണ് കേരള നിയമസഭയുടെ സ്പീക്കറായി. അദ്ദേഹം മത്സരിക്കുന്ന സന്ദർഭത്തിൽ ഞങ്ങളുടെ വീട്ടിലെല്ലാവരും കൂടി ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് വോട്ട് ചെയ്യാമോ, ജാതിയായിട്ടാണ് പോകുന്നത്. അപ്പം അങ്ങനെ ഒരു പാരമ്പര്യം എനിക്കൊന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ മണ്ഡല പ്രസിഡന്റ് ആകണമെന്ന ആഗ്രഹത്തോടുകൂടി വ്യാപകമായി, അന്ന് ഏകദേശം 7 വാർഡുകളുണ്ട്, ഞാൻ 7ാം വാർഡിൻ്റെ പ്രസിഡന്റാണ്. അപ്പോൾ മത്സരം വാശിയോടെ നടന്നു കഴിഞ്ഞപ്പോൾ മാഷ് സ്വാഭാവികമായിട്ടും ഇലക്ഷൻ എങ്ങനെ നടക്കുന്നു എന്ന് പരിശോധിക്കാൻ ബ്ലോക്ക് പ്രസിഡന്റ് എന്ന രീതിയിൽ ഞങ്ങളുടെ വാർഡിലും വന്നു. അപ്പോൾ നല്ല വാശിയോടെ നിൽക്കുന്നു. അപ്പോൾ മാഷ് പറഞ്ഞു, തോമസ് മാഷല്ലേ, മാഷ് ജയിക്കട്ടെ, മാഷ് 7ാം വാർഡിൻ്റെ പ്രസിഡന്റ് ആവട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ അതല്ല, എനിക്ക് കുമ്പളങ്ങി മണ്ഡലം പ്രസിഡന്റ് ആകണം. അപ്പോൾ വാർഡ് പ്രസിഡന്റായ മണ്ഡലം പ്രസിഡന്റ് ആകാൻ പറ്റൂല, നിയമം. അപ്പോൾ എന്നോട് പറഞ്ഞു, മാഷ് അത് നമ്മളല്ലേ തീരുമാനിക്കണം, അത് ആ സമയത്ത് നമുക്ക് ആലോചിക്കണം, മാഷ് വാർഡ് പ്രസിഡന്റ് ആകുക, തർക്കം വേണ്ട. അങ്ങനെ ഞാൻ വാർഡ് പ്രസിഡന്റും എൻ്റെ സഹപ്രവർത്തകൻ വള്ളനാട്ട് ജോസഫ്, പാപ്പച്ചൻ എന്ന് വിളിക്കുന്ന ജോസഫ് ജനറൽ സെക്രട്ടറി. പക്ഷേ പഞ്ചായത്ത് മണ്ഡലം പ്രസിഡന്റിൻ്റെ കാര്യം നോമിനേഷൻ കൊടുത്ത് തള്ളിക്കളഞ്ഞു. പിന്നെ ഞാൻ പറഞ്ഞു, മാഷ അന്ന് അങ്ങനെയല്ലല്ലോ പറഞ്ഞത്. പക്ഷേ അതൊന്നും പറഞ്ഞിട്ട് കാര്യം, അവിടെയും പ്രശ്നങ്ങളായി. അപ്പം അതൊക്കെ നമുക്ക് രാഷ്ട്രീയ ജീവിതത്തിലെ ചില അനുഭവങ്ങളാണ്. ആ സന്ദർഭത്തിലാണ് കുമ്പളങ്ങിയിൽ INTUCക്ക് ഒരു ഓഫീസും, ഇല്ലിക്കൽ ക്ഷേത്രത്തിൻ്റെ തൊട്ടുകിഴക്ക്. അപ്പോൾ അവിടെ ഒത്തിരി INTUCക്കാരുണ്ട് കുമ്പളങ്ങിയിൽ. പെരുമ്പള്ളി വക്കറ്റിൻ്റെ മുൻറാൻ, ശങ്കുണ്ണി, അങ്ങനെയുള്ള കുറേ ആൾ. അപ്പോൾ അന്ന് ഈ അറിയപ്പെടുന്ന ഒരാളാണ് DS ധരാസിംഗ്. അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് കേരളത്തിൽ ആദ്യമായി പ്രിൻറ്റിംഗ് പ്രസ് കൊണ്ടുവരുന്നത്. അദ്ദേഹം കൊച്ചി നിയമസഭയിലെ MLA ആയിരുന്നു, മത്സരിച്ച് വന്നയാളാണ്. അന്ന് ഭൂനഗരി അടക്കുന്നവരാണല്ലോ മത്സരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഞായറാഴ്ച ദിവസം
ഒരു കാറിന് അന്ന് കുമ്പളങ്ങി ഒരു കാറ് വരിക എന്നൊക്കെ അത്ഭുതമാണ്. അദ്ദേഹം പാൻസും ഒരു ഗാന്ധി തൊപ്പിയും ഒരു ഇങ്ങനെ ഷർട്ട്, ഉൾക്കൈയല്ല അരക്കൈ ഷർട്ടും ഒക്കെ ഇട്ട് അവിടെ വരും. ഞങ്ങളെല്ലാം പോയി ആ ഓഫീസിൽ നിന്ന് അദ്ദേഹത്തെ കാണും. അങ്ങനെ ആ പരിചയം വലുതായി. ഞാൻ തേവര കോളേജിൽ അധ്യാപകനുമായി 25. അപ്പോൾ അന്ന് വെല്ലിംഗ്ടൺ ഐലൻഡിൽ പുല്ലുവെട്ട് തൊഴിലാളികളുടെ ഒരു യൂണിയൻ ഉണ്ട്. അത് വലിയ പുല്ലുവെട്ട് നടക്കുന്ന സമയമാണ്. അത് ദാരാസിംഗ് പ്രസിഡന്റ്, മാത്യു പൈലി, നമ്മൾ കൊച്ചിൻ കോർപ്പറേഷന് മേയർ മാത്യു പൈലി ജനറൽ സെക്രട്ടറി, എന്നെ അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി. അങ്ങനെ ഞാൻ ദാരാസിംഗുമായിട്ട് അടുത്ത് INTUസിലേക്ക് കടന്നു വന്നു. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോഴാണ് INTUസിയുടെ സംസ്ഥാന സമ്മേളനം കോട്ടയത്ത് 72 നടക്കുന്നത്. അന്ന് ഉമ്മൻചാണ്ടിയാണ് കോട്ടയം ജില്ലാ INTUസിയുടെ പ്രസിഡന്റ്. അത് PS ജോൺ സാറാണ് DCC പ്രസിഡന്റ് പറഞ്ഞത്. അപ്പോൾ അവർ പുതിയ കെട്ടിടം പണിതു. ആ കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനത്തിനും ഈ ജാഥയുടെ ഉദ്ഘാടനത്തിനും വേണ്ടി ഇന്ദിരാഗാന്ധിയാണ് വരുന്നത്. അപ്പോൾ ഞങ്ങളൊക്കെ ഇവിടുന്ന് ജാഥയായിട്ട് അവിടെ പോയി, ബസ്സിനൊക്കെ പോയി, പ്രതിനിധികൾ കൂടിയാണ് അവിടെ താമസിച്ചത്. കാണാൻ പറ്റാന്ന് അടുത്തൊന്നും കാണാൻ പറ്റും, പക്ഷേ ഇങ്ങനെ ദൂരെ നിന്ന് കാണാം. അപ്പം അന്ന് ഞാൻ ഒരു കാര്യം കണ്ട്, മുദ്രാവാക്യം മുഴുവൻ AK ആന്റണിക്കും ഉമ്മൻചാണ്ടിക്കാണ്. കരുണാകരൻ്റെ പേരിലും ഈ സംസ്ഥാന പ്രസിഡന്റായ സ്റ്റീഫൻ സാറിൻ്റെ പേരിലും മുദ്രാവാക്യമില്ല. ഇപ്പം എന്താ സംഭവിച്ചതെന്ന് വെച്ചാൽ, ഈ ജാഥയ്ക്ക് വന്ന ആളുകൾ ആ DC ഓഫീസിന് മുമ്പിൽ കൂടി പോയിട്ട് അവർ വീണ്ടും തിരിച്ചു വരും. ഇവരെല്ലാം ഉമ്മൻചാണ്ടിയും AK ആന്റണിക്കാണ്. അപ്പം ഞങ്ങൾ അത് പിന്നെ എന്താ ഇന്ദിരാഗാന്ധിയെ ഒന്ന് ബോധ്യപ്പെടുത്താൻ ഇവിടുത്തെ നേതാക്കന്മാർ ആന്റണിയാണ് ഉമ്മൻചാണ്ടിയാണ് എന്നുള്ള തന്ത്രമാണ് പിന്നീട് ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പം സമ്മേളനം കഴിഞ്ഞപ്പോൾ ഇത് ചർച്ചാ വിഷയമായി. അത് ഉമ്മൻചാണ്ടി ചെയ്ത ഏർപ്പാടാണ്. ഒരു ഇംപ്രഷൻ ആന്റണിയെക്കുറിച്ചും ഉമ്മൻചാണ്ടിയെക്കുറിച്ചും ഉണ്ടാക്കാൻ കഴിഞ്ഞു. ഇത് കഴിഞ്ഞ് 74 വന്നപ്പോൾ ആ സമ്മേളനം എറണാകുളത്താണ്. അപ്പോൾ TH മുസ്തഫയാണ് DC പ്രസിഡന്റ്, അദ്ദേഹമായിരുന്നു ചെയർമാൻ. ഞാനും ചെയർമാൻ്റെ കൂടെ തൊട്ടടുത്ത് KPC ഓഫീസിൻ്റെ തൊട്ടടുത്താണ് സ്റ്റീഫൻ സാറിൻ്റെ പിന്നെ വക്കീൽ ഓഫീസ്. 2 നില കെട്ടിടമാണ്. അതിൽ താഴെ സോഷ്യലിസ്റ്റ് ലേബർ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് പ്രസിദ്ധീകരണമുണ്ട്. ഇപ്പോൾ VP മെനക്കാർ, പോഞ്ഞിക്കര റാഫി, സബീന റാഫിൻ്റെ ഇപ്പം ഞാനും പോയിരിക്കും. മുകളിൽ സാറിൻ്റെ ഓഫീസും സാറിൻ്റെ സംവിധാനങ്ങളും. അപ്പോൾ സാർ INTUസിൻ്റെ സംസ്ഥാന പ്രസിഡൻറ്റും ദേശീയ ഖജാൻജിയുമാണ്, ട്രഷറർ. അപ്പോൾ അവിടെ വെച്ച് ബന്ധപ്പെട്ട ഈ സമ്മേളനത്തിന് നടത്തിയത് തേവര കോളേജ്, ഞാനാണ് അതിന് മുൻകൈ എടുത്തത്. അത് മെറ്റിക്കുലസ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തു. മാത്രമല്ല സാറുമായിട്ട് എടുത്തപ്പോൾ സാറ് ഫണ്ട് പിരിക്കാനൊക്കെ എന്നെയും കൂടി കൊണ്ടുപോയി. പക്ഷേ ഈ ഉദ്യോഗസ്ഥന്മാരെ കാണാൻ സമ്മതിക്കില്ല. നമ്മൾ പുറത്തേക്ക് സാറകത്ത് കയറി എന്ത് വാങ്ങിച്ച് എന്തെങ്കിലും നമ്മൾ. പക്ഷേ സമ്മേളനം തുടങ്ങിക്കഴിഞ്ഞപ്പോൾ സാറ് ഇതൊരു ബ്രീഫ് കേസ് വന്നപ്പോൾ പറഞ്ഞു ഇതിൻ്റെ അകത്ത് 1 ലക്ഷം രൂപ. അന്ന് 1 ലക്ഷം രൂപ എന്ന് പറഞ്ഞാൽ വലിയ എന്നോട് അത് നോട്ട്ബുക്കും വെച്ചിട്ടുണ്ട്. തനിക്ക് ആവശ്യമുള്ള പൈസ ഇതിൽ നിന്ന് എടുക്കാം, പുറത്തുനിന്ന് പിരിക്കരുത്, എന്നിട്ട് പോരാതെ വന്നാൽ ഞാൻ തരും. സമ്മേളനം കഴിഞ്ഞ് ബാക്കിയുണ്ടെങ്കിൽ താനെടുത്തു എനിക്ക് ഇത് കൊടുത്തു. അങ്ങനെ ആ സമ്മേളനം നടന്നു കഴിഞ്ഞപ്പോൾ സാറിന് ഞാനുമായിട്ട് കൂടുതലാണ് എന്നെ അങ്ങനെ ഓർഗനൈസേഷൻ സെക്രട്ടറിയാണ്. അപ്പോൾ പലരും അതിനെ എതിർത്ത് വന്നു. കാരണം എനിക്ക് അങ്ങനെ വലിയ യൂണിയൻസ് ഉള്ള ആളല്ല. പക്ഷേ ഓർഗനൈസേഷൻ സെക്രട്ടറി, ജനറൽ സെക്രട്ടറി കഴിഞ്ഞാൽ ഒരു പ്രധാനപ്പെട്ട പോസ്റ്റായിട്ട് മാറി. അപ്പോൾ സാറ് പറഞ്ഞ് ഈ സമ്മേളനം നടത്തിയത് അയാളാണ്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് അയാളെ അങ്ങ് കൊടുക്കുന്നതിൽ തെറ്റില്ല എന്ന് പറയും. മാത്രമല്ല അന്ന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സതേൺ സോണിൻ്റെ അഡ്വൈസറി കമ്മിറ്റി ഉണ്ട്, ബോർഡ് കമ്മിറ്റി. അന്ന് CL ആനന്ദൊക്കെ ആ കമ്മിറ്റി വരുന്നത്, വലിയ കമ്മിറ്റിയായിരുന്നു. അപ്പോൾ SBIയുടെ ഒരു ബോർഡിൽ വരിക എന്നൊക്കെ പറഞ്ഞ് ചെറിയ കാര്യം. അതോടൊപ്പം ഡൽഹിയിൽ നടക്കുന്ന പല മീറ്റിങ്ങുകളിലൊക്കെ എന്നെ സാറ് കൊണ്ടുപോകും. അങ്ങനെയാണ് ഞാൻ ഡൽഹിയെ സന്ദർശിക്കാൻ കേന്ദ്രവുമായി. അപ്പോൾ അന്ന് ഹെൻറി ഓസ്റ്റിനാണ് MLA, ഇവിടുത്തെ MP. അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഇന്നത്തെ പോലെ സ്ട്രിക്റ്റ് ഒന്നുമല്ല. നമുക്ക് ഗേറ്റ് വരെയും ചെല്ലാം, പാർലമെൻറ്റ് ഹൗസിൻ്റെ ഗേറ്റ് വരെയും ചെല്ലാം. അപ്പോൾ ഡോക്ടർ വരും, എന്നെ അകത്ത് വിളിച്ചുകൊണ്ട് സെൻട്രൽ ഹോളിലൊക്കെ കൊണ്ടുപോയി അവിടുത്തെ റെസ്റ്റോറൻറ്റിൽ കൊണ്ടുപോയി ഭക്ഷണമൊക്കെ വാങ്ങിച്ചു തന്നു. അപ്പം ഞാനിങ്ങനെ പാർലമെൻറ്റിലെ പ്രൊസീജിയറൊക്കെ ഇരുന്ന് ഞാൻ ഗാലറി ഇരുന്ന് കണ്ടു. അപ്പം ഞാൻ വളരെ അത്ഭുതത്തോടുകൂടി കാണുക. കാരണം അന്ന് എനിക്ക് 25-26 വയസ്സായിരുന്നു. അപ്പം ഞാൻ ഇതൊക്കെ കണ്ട് ഇങ്ങനെ 20 ഞാൻ MP ആകുന്നത് 38 വയസ്സിലാണ്, 36 വയസ്സിലാണ്. ഇത് ആ 24-25 വയസ്സിൽ ഞാനിതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ എനിക്കൊരു അത്ഭുതം തോന്നി.
പിന്നീട് ഞാൻ 32 വയസ്സില് പാർലമെന്റിൽ ചെന്ന് 84 ഇന്നിപ്പോൾ ഞാൻ തന്നെ അകത്ത് ഇങ്ങനെ പിച്ച് നോക്കി, ഞാൻ ഇവിടെയാണോ? സംശയം അത്ഭുതമാകും, നമുക്ക് വലിയ അത്ഭുതമല്ലേ. അന്ന് രാജീവ് ഗാന്ധിയാണ് പ്രധാനമന്ത്രി. അപ്പൊ അങ്ങനെ അവിടെ എത്തുന്ന അന്നത്തെ സംഭവങ്ങൾ എനിക്ക് സോണിയാഗാന്ധിനെ കാണാൻ പറ്റി. സോണിയാഗാന്ധിയൊക്കെ അടുത്തു. ആ അടുപ്പം പിന്നീട് വളരെ പ്രതീക്ഷിക്കാത്തൊരു മാറ്റമാണ്. അതാണ് നമ്മൾ ദൈവനിശ്ചയം കൊണ്ടാണ് നമ്മൾ പിന്നെ ലീഡറുമായിട്ട് അടുത്തു. അത് 84 വന്ന തിരഞ്ഞെടുപ്പിൽ അന്ന് സേവറക്കലാണ് സിറ്റിംഗ് എം പി. സാധാരണ സിറ്റിംഗ് എം പിമാരെ മാറ്റാൻ പറ്റത്തില്ല. പക്ഷേ എന്തോ കാരണങ്ങളാൽ അന്ന് ജയിക്കപ്പേടിനാണ് ഇവിടുത്തെ DC പ്രസിഡന്റ്. ജയിക്കപ്പേടിനുമായിട്ടും കരുണാകരനുമായിട്ടും അകന്നു പല കാരണങ്ങളാൽ. ഇപ്പോൾ ഇലക്ഷൻ വന്നപ്പോൾ ആരും വിചാരിച്ചില്ല അറക്കലിനെ മാറ്റുമെന്ന്. അപ്പോൾ ലീഡർ ഡൽഹിയിൽ നടക്കുന്ന പാർലമെന്ററി പാർട്ടി യോഗത്തിൽ പങ്കെടുത്തിട്ട്, അന്ന് കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ട് ഇല്ല, വെല്ലിംഗ്ടണിലെ ചെറിയ എയർപോർട്ട് അവിടെയാണ്. അപ്പോൾ നമുക്ക് വിമാനത്തിൻ്റെ അടുത്ത് വരെ പോവാം. അപ്പം അന്ന് PS ജോണിയേട്ടൻ, അതുപോലെ NN സത്യവ്രതൻ, KM റോയി, തജിൻ ചേട്ടൻ, ഇങ്ങനെ വലിയ പഴയ ആളുകളാണ്. അപ്പം ഞങ്ങളെല്ലാം കൂടി പോയി ചെയ്ത് ഡാഡറിനെ അവിടെ നിന്ന് സ്വീകരിച്ച് VIP ലോഞ്ചിൽ വന്നിരുന്നു. അങ്ങനെ പഴയ അവിടുത്തെ കാര്യങ്ങൾ ഇലക്ഷൻ വരികയാണ്. കേരളത്തിലെ കാൻഡിഡേറ്റ്സിൻ്റെ തീരുമാനമായിട്ടുണ്ട്, അത് അവിടെ നിന്ന് അനൗൺസ് ചെയ്തിട്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ജോണിയേട്ടൻ ചോദിച്ചു, നമ്മുടെ മാഷിനൊരു സീറ്റുണ്ട് ലീഡറെ. അപ്പോൾ ലീഡർ അയാൾ ഉറച്ച സീറ്റിലല്ല ഇരിക്കുന്നത്, എന്താ സംശയം ജോണി എന്താ സംശയം? പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ജോണി പറഞ്ഞു, താനാണ് കേട്ടോ സ്ഥാനാർത്ഥി, സംശയമൊന്നുമില്ല, അതാണ് ആ മൂപ്പിന്ന് പറഞ്ഞു. നമ്മുടെ അതിൽ ജോണിയേട്ടൻ സിറ്റിംഗ് MP ഒക്കെ മാറ്റാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമില്ല. പക്ഷെ വാത്തുരുത്തി കാറ് കഴിഞ്ഞപ്പോൾ ലീഡർ പറഞ്ഞ് താനാണ് സ്ഥാനാർത്ഥി. അത് തീരുമാനിക്കാൻ മരകതൻ ചന്ദ്രശേഖരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. കാരണം സിറ്റിംഗ് MP മാറ്റണമെങ്കിൽ ഒരു സംവിധാനമുണ്ട്. ഞാൻ ശരി ചെയ്തു. അങ്ങനെ ഞങ്ങൾ എറണാകുളം ഗസ്റ്റ് ഹൗസിൽ ചെല്ലുമ്പോൾ അന്ന് ഈ ടെലിഫോൺ ഓപ്പറേറ്ററാണ് വിളിക്കുന്നത്. ഇന്നത്തെ ഒരു മൊബൈലൊന്നുമില്ല. അപ്പോൾ വത്സൻ പറഞ്ഞു, മാഷ ഒരു കോള് വരാപ്പുഴ ബിഷപ്പ് ഹൗസിൽ നിന്ന് വന്നിട്ടുണ്ട്, കേളന്തര പിതാവാണ് വിളിച്ചത്, ലീഡർ വന്നാൽ ഒന്ന് അറിയിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ കേളന്തര പിതാവ് വിളിച്ചിരിക്കുന്നു, എന്താ ചോദിക്കുന്ന കാര്യമെന്ന് ഞാൻ ഉടനെ വിളിച്ചു. സെക്രട്ടറി പറഞ്ഞു, ലീഡർ ഒന്ന് പിതാവിനെ കാണണം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇങ്ങനെ പിതാവിനെ കാണണം എന്നൊരാഗ്രഹം. എന്നൊരു കാര്യം ചെയ്ത് നമുക്ക് പോവാം. ഇപ്പം ഞങ്ങൾ ഒരു 12 മണിയായിട്ടുള്ളൂ, വന്നിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു. ഞങ്ങൾ നേരെ ബിഷപ്പ് ഹൗസിൽ ചെല്ലാം. അപ്പോൾ സാധാരണ ബിഷപ്പ് ഹൗസിൽ ചെല്ലുമ്പോൾ ഞാനും ലീഡറും കൂടെ കയറും. ഫസ്റ്റ് ഫ്ലോറിലാണ് നമുക്ക് ഗോവണിയുണ്ട്, മരഗോവണി. അപ്പോൾ ഞാൻ മരഗോവണിനടുത്ത് ചെയ്തപ്പോൾ അച്ഛൻ സെക്രട്ടറി മാഷിന് ഇപ്പോൾ കയറണ്ട, ലീഡറോട് എന്തോ പറയാനുണ്ട്. ശരി, ലീഡർ മോടിക്കാൻ ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിതാവിനറിയാം നല്ല ചുമന്നിരിക്കുന്ന ആളാണ്. ലീഡറും നല്ല രണ്ടുപേരുടെ മുഖം അസാധാരണമായി ചുമന്നിരിക്കുന്നു. ഇങ്ങനെ ഒന്നും മിണ്ടണില്ല. രണ്ടുപേരും കൂടി താഴേക്ക് വന്നു. ലീഡർ കാറിൽ കയറി കുറച്ചിങ്ങ് വന്നപ്പോൾ മേനകയുടെ അടുത്തോട്ട് തൻ്റെ പിതാവ് പറയുക, താൻ നിൽക്കണ്ട പാർലമെന്റിലേക്ക്, തന്നെ അസംബ്ലി നിർത്തിയാൽ മതി. തൻ്റെ പിതാവ് ആരാധന തീരുമാനിക്കാൻ പാർട്ടി തീരുമാനിക്കും. ഞാൻ പറഞ്ഞു, എൻ്റെ ലീഡർ തർക്കിക്കാൻ പോകേണ്ട കാര്യമില്ല, എനിക്ക് ഒരു സൊസൈറ്റി ഇപ്പം ഞാൻ മത്സരിച്ചിട്ടില്ല, ഇതെനിക്ക് വലിയ ആഗ്രഹിക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ഒരു സ്വപ്നമാണ് എനിക്ക്, അതൊന്നും അറക്കലിന് കൊടുക്കുന്നു. അത് ഞങ്ങൾ തീരുമാനിക്കും, പാർട്ടിയെ താൻ ധൈര്യമായിട്ട് ഇറക്കുന്നു. അങ്ങനെയാണ് ഞാൻ MP ആണ്. എന്നാൽ ആരോടാ മത്സരിക്കുന്നത്? കൊച്ചുണ്ണി മാഷിനോട്. കൊച്ചി കോർപ്പറേഷൻ ആദ്യത്തെ മേയർ, വെല്ലിംഗ്ടണിലെ 12,000 പട തൊഴിലാളികൾ, 12,000 പടയുടെ നായകൻ, അധികാരം. അങ്ങനെയോടാണ് ഞാൻ മത്സരിക്കുന്നത്. വിജയിച്ചതുപോലെ അത്ഭുതാപകമായ 83,000 വോട്ടിനാണ് ജയിക്കുന്നത്. അപ്പോൾ അന്ന് തുടങ്ങിയ ജൈത്രയാത്ര തീർച്ചയായും കൊച്ചിക്കാർക്ക് UDFന്റെ മുഖം എന്ന് പറഞ്ഞാൽ എത്ര വട്ടം MP ആയി, ധാരാളം ചാൻസ് UDF തന്നിട്ടുണ്ട്. എന്തുകൊണ്ടാണ് പിന്നീട് ഒരു മാറ്റം? ഒരു 2019 തോന്നുന്നു KV തോമസ് മാഷിന്റെ ഒരു ജൈത്രയാത്ര അവസാനിക്കുന്നത്, ഒരു രാഷ്ട്രീയ വഴിത്തിരിവ് ഉണ്ടാവുന്നത് എങ്ങനെയായിരുന്നു ഇത്? 2019 പാർലമെന്റ് ഇലക്ഷൻ കമ്മിറ്റി രാഹുൽ ഗാന്ധി പറഞ്ഞു KV തോമസിന് അവിടെ നിന്ന് കൊടുക്കാൻ പറ്റില്ല. അന്ന് രാജീവാണ് ഓപ്പോസിഷൻ LDFന്റെ നിന്നാ തോറ്റുപോകും, അതുകൊണ്ട് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ അന്ന് ആ കമ്മിറ്റിയിൽ, പാർലമെന്ററി കമ്മിറ്റിയിൽ AK ആന്റണിയുണ്ട്, ഡോക്ടർ മൻമോഹൻ സിംഗ്, സോണിയാഗാന്ധി, അഹമ്മദ് പട്ടേൽ, ഗുലാം നബി ആസാദ് ഉണ്ട്.
അപ്പം അവർ പറഞ്ഞു എല്ലാ സിറ്റിംഗ് എം പിമാർക്കും കൊടുക്കുന്നു. അപ്പം ഞാൻ 5 പ്രാവശ്യം ജയിച്ചു എന്നാണ് പുള്ളി പറയുന്നത്. അതിനേക്കാൾ കൂടുതൽ ജയിച്ച ആളുകളുണ്ടല്ലോ, പിന്നെ ഇതിനെ തോമസിനെ നിഷേധിക്കണം. അപ്പോൾ സോണിയ ചോദിച്ചു, തോമസിനോട് ഇത് പറഞ്ഞു. അപ്പോൾ രാഹുൽ എല്ലാവർക്കും ചാൻസ് കൊടുത്തു, മാഷിനെ മാത്രം ഒഴിവാക്കി. അപ്പോൾ അത് സോണിയ ചോദിച്ചു, ശരിയാണ്. പക്ഷേ രാഹുൽ ഗാന്ധി വളരെ അഡമന്റ്, ഇപ്പം ഇന്ന് കാണുന്ന ഒരു അഡമൻസി ഉണ്ടല്ലോ, കേസിക്ക് മുഖ്യമന്ത്രിയാക്കണമെന്നുള്ള പുള്ളിയുടെ ഒരു അഡമൻസി പോലെ ഒരു അഡമൻസി എന്നെ മാറ്റാനായിട്ട് തീരുമാനമെടുത്തു. അപ്പോൾ തീരുമാനമെടുത്തിട്ട് ഞാൻ അറിയുന്നതും മാധ്യമങ്ങളിലൂടെയാണ്. എന്നോട് ആരും അതിനു മുമ്പ് പറഞ്ഞില്ല. അതിനു മുമ്പ് ഉമ്മൻചാണ്ടിയും അന്നത്തെ KPC പ്രസിഡന്റ് മുല്ലപ്പള്ളിയും പറഞ്ഞ മാസ്റ്ററായിട്ട് ഇറങ്ങിച്ചു. പക്ഷെ ഇത് ഒരു ഇരുത്തി പോലെ എനിക്ക് വരുന്നത്. രാഹുൽ ഗാന്ധിയാണ് അപ്പോ തീരുമാനം ഏറ്റെടുത്തത്. കേരളത്തിൽ നിന്ന് ആരെങ്കിലും കളിച്ചു എന്ന് വിചാരിക്കുന്നു? കളിച്ചതല്ല, ഇവിടെ നിന്ന് എല്ലാവരും കൂടി എനിക്കെതിരായിട്ട് പോയി. കാരണം അന്നത്തെ പ്രതീക്ഷ വീണ്ടും കോൺഗ്രസ് അധികാരത്തിൽ വരും. അപ്പോൾ ഓരോരുത്തരും മന്ത്രിമാരായി. ഞാനുണ്ടെങ്കിൽ എന്നെ കഴിഞ്ഞല്ലേ വരുള്ളൂ. എല്ലാവർക്കും അറിയാം എൻ്റെ ബന്ധം അവിടെ. അപ്പം അതുകൊണ്ട് അതുകൂടി വെച്ചുകൊണ്ടല്ല ഇവരെല്ലാവരും രാഷ്ട്രീയത്തിൽ നടക്കുന്ന കാര്യങ്ങൾ. ഞാനതിനൊന്നും അവർ കുറ്റം പറയുന്നു. എൻ്റെ വീട്ടിലേക്ക് അത് ഗുലാം നബി ആസാദ് വന്നു, അഹമ്മദ് പട്ടേൽ വന്നു, ഉമ്മൻചാണ്ടി വന്നു, രമേശ് വന്നു. സാരേൻ്റെ ഭാഷ നിങ്ങൾ പറ്റിക്കാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തത് ശരിയല്ല. വലിയൊരു കൊള്ളക്കമായിരുന്നു. അതെ. അപ്പം ഞാൻ നിങ്ങൾ ചെയ്തത് ശരിയല്ല. പക്ഷേ ഞാൻ ഈ പാർട്ടിയുടെ കൂടെ തന്നെ. അങ്ങനെ ഞങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് അതിൻ്റെ ബൈ ഇലക്ഷൻ വരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞു, അപ്പം വിനോദനാണ് ഇവിടെ കൊടുക്കുന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് ആ സീറ്റ് ഞാൻ ജയിക്കും. അത് പറ്റില്ല. മാറ്റത്തിലേക്ക് നിന്നതല്ലേ മാഷ്. 6 പ്രാവശ്യം MP ആയി, 5 പ്രാവശ്യം MP ആയി, 2 പ്രാവശ്യം MLA, കേന്ദ്രമന്ത്രിയായി, പുതിയ ആൾ. ഞാൻ നിങ്ങൾക്ക് അങ്ങനെയാണ് കൊടുത്തതിന് വിരോധമില്ല. അങ്ങനെ എനിക്ക് അരൂർ ബൈ ഇലക്ഷൻ, ഷാനിമോൾ ഉസ്മാൻ്റെ ഇലക്ഷൻ ഞാൻ ചാർജ് വന്നു. അപ്പം ഞാൻ PTയെ കൂടി കൂട്ടുപിടിക്കും. കാരണം PT എങ്ങനെയാണ് കുറച്ചുകൂടി ഊർജ്ജസ്വമായ കാര്യങ്ങൾ ഞങ്ങൾ ഇറങ്ങി. ഞങ്ങൾ ആ ഇലക്ഷൻ ജയിച്ചു. അത് കഴിഞ്ഞ് 21 തിരഞ്ഞെടുപ്പ്. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഒന്ന് മത്സരിച്ചാൽ കൊള്ളാമെന്ന്. അപ്പോൾ ഇവർ പറഞ്ഞു അത് പറ്റില്ല, അത് സീറ്റ് തരാൻ ബുദ്ധിമുട്ടാണ്. ഞാൻ പറഞ്ഞാൽ എന്താ കാര്യം. അപ്പം ഞാൻ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് മത്സരിക്കാറുണ്ട്, തീരുമാനങ്ങളൊക്കെ എടുത്തു. സോണിയാഗാന്ധി എടുത്തു. അത് മാഷ് പോയിട്ട് തിരുവനന്തപുരം KPC ഓഫീസിൽ പോയി. അന്ന് ഗെഹ്ലോട്ട് ഉൾപ്പെടെ, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഉൾപ്പെടെ അശോക്, ഞാൻ അദ്ദേഹത്തെ പോയി കണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് നിങ്ങളൊരു കാര്യം ചെയ്ത് എനിക്ക് തോക്കണ സീറ്റ്, അന്നൊക്കെ ഞാൻ അരക്കട് തോക്കുന്ന സീറ്റാണ്. ഏതെങ്കിലും തോക്കുന്ന സീറ്റ് ഞാൻ മത്സരിക്കാം, എനിക്കൊരു കോൺഫിഡൻസ് ആണ്. അപ്പോൾ മാഷ തരാൻ ബുദ്ധിമുട്ടാണ്, പുതിയ ആൾക്കൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെ എന്നെ KPCCയുടെ വർക്കിംഗ് പ്രസിഡന്റ്. അതോടൊപ്പം എനിക്ക് വീക്ഷണത്തിൻ്റെയും പിന്നെ നമ്മുടെ ചാനലിൻ്റെയും ചുമതല. അപ്പം ഞാൻ വീക്ഷണത്തിൻ്റെയും ചാനലിൻ്റെയൊക്കെ ചുമതല ഏറ്റെടുത്ത് ഞാൻ കണക്ക് നോക്കിയപ്പോൾ ഏകദേശം 63 കോടി രൂപയുടെ ബാധ്യതയുണ്ട്. അത് PF ഉണ്ട്, പെൻഷനുണ്ട്, അങ്ങനെ. അത് ഞാൻ അവിടുത്തെ 2 കമ്മിറ്റി സെക്രട്ടറിമാരെ വിളിച്ച് ചെക്ക് ചെയ്തു. ഞാൻ അവരോട് റിപ്പോർട്ട് വാങ്ങിയിട്ട് ഉമ്മൻചാണ്ടിയോട് കാണിച്ചു. ഉമ്മൻചാണ്ടി ഇതാണ് 63 രൂപ ബാധ്യതയുണ്ട്. ഇത് നമ്മൾ ലീഗലി ബൈൻഡിങ് ആണ്. ഇത് അടച്ചു നിൽക്കുന്നെങ്കിൽ ഉമ്മൻചാണ്ടിക്കും ആർക്കും ഇതിൻ്റെ ബോർഡ് മെമ്പേഴ്സും മത്സരിക്കാൻ പോലും പറ്റില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി എന്നെ കളിയാക്കിക്കൊണ്ടുണ്ട് മാറ്റം. അങ്ങനെയാണ് ഞാനകത്ത് പോകാൻ തയ്യാറാണ്. എനിക്ക് സ്വാതന്ത്ര്യ സമരത്തിനകത്ത് പോകാൻ പറ്റിയിട്ടില്ല, എന്നാൽ വീക്ഷണത്തിന് വേണ്ടി പോവാം. ഞാൻ പറഞ്ഞത് ഞാൻ തമാശ പറയല്ലേ, എനിക്കത് ബുദ്ധിമുട്ടാണ്. എനിക്ക് 65 കോടി എന്നൊന്നും സാധ്യത ഏറ്റെടുക്കാൻ പറ്റില്ല. അത് 2 ഞാൻ മാറിയിരുന്നു. എന്തുകൊണ്ടാണ് LDFിലേക്ക് പോകാൻ ഒരു മാറ്റം ചിന്തിക്കാനുള്ള കാരണം? LDFിൽ ഞാൻ പോയിട്ടില്ല. അല്ലാതെ അപ്പോൾ ഇങ്ങനെ അത് കഴിഞ്ഞ ഇലക്ഷൻ തോറ്റു. മുല്ലപ്പള്ളിയെ മാറ്റി, എന്നെയും മാറ്റി. അന്ന് 3 വർക്കിംഗ് പ്രസിഡന്റുമാരുണ്ട്, സുധാകരനും പൊടിക്കുന്നതിനും ഞാനും. അവരെ 2 പേരെ നിലനിർത്തി എന്നെ എടുത്തങ്ങനെ അവിടെയും തഴഞ്ഞു. അത് മാത്രമല്ല പിന്നെ കാണാൻ സമ്മതിച്ചില്ല. രാഹുൽ ഗാന്ധി ഒന്നും കാണാൻ സമ്മതിച്ചു. ഇന്നലെ സോണിയാജിയെ കാണുമായിരുന്നു. പക്ഷെ ഇവര് ആരും എന്നെ കാണാൻ പോലും തയ്യാറില്ല. എനിക്കൊരു പോസ്റ്റ്, എന്തെങ്കിലും ഒരു പോസ്റ്റ് തരണം എന്ന് പറഞ്ഞാൽ ഒന്നും തരാൻ തയ്യാറ്. അപ്പോഴാണ് 22 പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി CPIMന്റെ അഖിലേന്ത്യാ സമ്മേളനം കണ്ണൂർ വരുന്നത്. അപ്പം ഞാൻ യെച്ചൂരി, കൊടിയേരി, MA ബേബി ഞങ്ങൾ വളരെ അടുത്ത സുഹൃത്തുക്കൾ. ഡൽഹി ബന്ധമാണ്. എൻ്റെ വീട്ടിൽ കഞ്ഞി കുടിക്കും. ഇവിടെ വന്ന യെച്ചൂരി, കൊടിയേരി എൻ്റെ കുമ്പളങ്ങി വന്ന് താമസിക്കും. അങ്ങനെ ഒരു ബന്ധം. അപ്പോൾ എന്നോട് ഇവർ ചോദിച്ചു, മാഷ് ആ സമ്മേളനത്തിന് സ്റ്റാലിൻ പങ്കെടുക്കുന്നുണ്ട്, മാഷിനെയും
ശശി തരൂരിനെ ഞങ്ങൾ വിളിക്കുന്നത് ഒരു സെമിനാർ ഫെഡറലിസത്തെക്കുറിച്ച്. അങ്ങനെ എന്താ പറഞ്ഞു അതിൽ മാഷ് പങ്കെടുത്തു. അല്ല അത് വലിയ ചരിത്രമുണ്ട്. കെ സി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു പങ്കെടുക്കണ്ട, എന്തായാലും അത് ഞങ്ങൾ ശശിയോടും പറഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മാഷിനോടും ഞാൻ പറയാം. ഞാൻ ചോദിച്ചു എനിക്കും ശശിക്ക് വരെ നിങ്ങൾ സുധാകരൻ കെ സി എം പിടിച്ച് നിങ്ങൾ പോയി ഇതിനുമ്പ് പോയിട്ടില്ലേ? എത്രയോ സമ്മേളനങ്ങൾ കോൺഗ്രസ് നേതാക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അതിനുശേഷം വിഷ്ണു പോയ ആലപ്പുഴയിൽ, അതിനുശേഷം വിഷ്ണു അത് പോയി. അപ്പം ഞാൻ എന്താ ഞാൻ ശശി പോകുന്നതിന് എന്താ കുഴപ്പം? അതിനിടയിൽ കണ്ണൂരിൽ നിന്ന് ഭീഷണി വരാൻ പറഞ്ഞു, വന്നാൽ കാല് വെട്ടിക്കലും കൈ വെട്ടിക്കലും. അപ്പോൾ എനിക്ക് തോന്നി അത് ശരിയല്ല. അങ്ങനെ ഞാൻ പോയിട്ട് അതൊരു വെല്ലുവിളി ഏറ്റെടുത്ത് പോയതാണ് വെല്ലുവിളി ഏറ്റെടുത്ത് പോയത്. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ആന്റണി കമ്മീഷനെ വെച്ചു. അവരെന്താ ചെയ്തത്? എനിക്ക് നടപടിയൊന്നും ഉണ്ടായില്ല. ആകെ ചെയ്ത് എന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നിന്ന് മാറ്റി പൊളിറ്റിക്കൽ അഫയേഴ്സ് കമ്മിറ്റിയിൽ നിന്ന്. ഇത്രയുണ്ടായിട്ടുണ്ട്. പക്ഷെ LDF അങ്ങേക്ക് സ്ഥാനമാനങ്ങൾ ലഭിച്ചല്ലോ, പദവി, മന്ത്രി പദവിയുള്ള, കേരളത്തിന്റെ ചുമതലയുള്ള. അങ്ങനെയല്ല ഉണ്ടായിരിക്കുന്നത്, അതിന് വ്യത്യസ്തമാണ്. അങ്ങനെ എന്നെ ഇതിൽ നിന്നെല്ലാം മാറ്റി നിർത്തി എന്നെ അടുപ്പിക്കാതെ വന്ന സന്ദർഭത്തിലാണ് എന്നോട് യെച്ചൂരിയും ബേബിയും ചോദിച്ച മാഷ് എന്നോട് ഡൽഹി ബന്ധങ്ങളുണ്ടല്ലോ, അത് പ്രയോജനപ്പെടുത്താൻ നമ്മൾക്ക് മാഷ പദവി മാഷ ഇൻഫ്ലുവൻസ് ഉപയോഗിച്ചുകൂടെ? അതുകൊണ്ട് സ്പെഷ്യൽ പ്രസിഡന്റ് ആയിക്കൂടെ, പ്രത്യേക പ്രതിനിധിയായിട്ട് മന്ത്രിസ്ഥാനത്ത് ഒരു തരാം. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് പാർട്ടി ചേരാൻ പറ്റില്ല. അങ്ങനെ പാർട്ടി ചേർന്ന സാഹചര്യം ഞാൻ എടുത്തിരുന്നെങ്കിൽ എനിക്ക് BJP ഓഫർ ചെയ്ത വളരെ ബെറ്റർ ഓഫർ. പ്രൈം മിനിസ്റ്റർ ഞാനുമായിട്ട് വളരെ അടുത്ത ബന്ധമാണ്. 2009 മുതലുള്ള ബന്ധമായി, 1 മുതലുള്ള ബന്ധം. അപ്പം ഞാൻ പറഞ്ഞ പ്രധാനമന്ത്രി ഓഫറുണ്ട്, പക്ഷെ ഞാൻ പോയില്ല. കാരണം അവർക്ക് നിർബന്ധം BJP ചേർന്നു. അപ്പം അത് ചേരാൻ പറ്റത്തില്ല, അത് CPM ചേരാൻ പറ്റില്ല. അപ്പോഴാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി. അദ്ദേഹം പറഞ്ഞു മാഷ് പറഞ്ഞു ശരിയാണ്, മാഷ് ചേരേണ്ട കാര്യമൊന്നുമില്ല. മാഷ് സംസ്ഥാന ഗവൺമെൻറ്റിന് വേണ്ടി വർക്ക് ചെയ്തു. ഞാൻ ആ ജോലിയാണ് ചെയ്തത്. LDF വേണ്ടി പ്രവർത്തിച്ചു, ഗവൺമെന്റിന് വേണ്ടി പ്രവർത്തിച്ചു. അത് LDF ഒരു ചായവ് പോലെയാണ്. സ്വാഭാവികം വരുന്ന രാഹുൽ ഗാന്ധിയെ പിന്നീട് ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടില്ല. ഇന്ന് വരെ രാഹുൽ ഗാന്ധിയായിട്ട് സംസാരിച്ചിട്ടുമില്ല. ഈ സീറ്റ് നിഷേധിക്കപ്പെട്ടതിന് ശേഷവും എന്നെ കണ്ട എയർപോർട്ടിൽ മിണ്ടത്തില്ല, എന്നെ അടുത്തവരെ ബന്ധത്തിൽ ചോദിക്കില്ല. അതൊക്കെ എനിക്ക് വിഷമമുണ്ട്. അതിന് സോണിയാഗാന്ധി എൻ്റെ ബർത്ത്ഡേക്ക് മെസ്സേജ് അയച്ചു. എൻ്റെ ഭാര്യ മരിച്ചപ്പോൾ, ഷെർലി മരിച്ച് 24 മരിച്ചപ്പോൾ എന്നെ വിളിച്ചു. ആ ബന്ധം സ്നേഹം അന്നും ഇന്നും എനിക്കുണ്ട്. രാഹുൽ അടഞ്ഞു നിൽക്കുകയാണ് ഇപ്പോഴും. ഓക്കെ, അത് വരട്ടെ. എന്തുകൊണ്ടാണ് ഇത്തവണ LDF ഇത്രയും ഒരു പരാജയം സംഭവിക്കാനുള്ള ഒരു നിരീക്ഷകൻ എന്നുള്ള നിലയിൽ എന്ത് തോന്നുന്നു? ഒന്ന്, ഒരു കണ്ടിന്യൂറ്റി ഓഫ് ഗവൺമെന്റ് കേരളത്തിൽ അംഗീകരിക്കുന്നില്ല. ആദ്യമായിട്ടാണ് പിണറായി ഗവൺമെന്റ് 2ാം പ്രാവശ്യം വരുന്നത്. പിന്നെ ഒരു 3ാം പ്രാവശ്യം പോകാന്ന് പറയുന്നത് കേരളത്തിന്റെ ഒരു സ്വഭാവം, കണ്ടിന്യൂറ്റി അംഗീകരിക്കുന്നതല്ല. അത് നമ്മുടെ ഒരു മനസ്സ് മലയാളികൾ, അതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ നമ്മുടെ ഇലക്ഷൻ മെത്തഡോളജി മാറി. ഇപ്പം ഞാൻ ചെറുപ്പത്തിൽ ഞാൻ പറഞ്ഞിട്ട് ചെറുപ്പത്തിൽ എനിക്ക് ഒരു ആഗ്രഹം വന്നു കുമ്പളങ്ങി പഞ്ചായത്തോട്. ഞാൻ എന്താ ചെയ്തിരുന്നത്? അവിടുത്തെ എല്ലാ കല്യാണത്തിനും എല്ലാ മരണത്തിനും എല്ലാ മാമോദിസയും പോകും. ഇപ്പം എന്താ വേണ്ടേ? കാശുണ്ടാക്കുക, PR കണ്ടുപിടിക്കുക, കൊടുക്കുക. കാശുണ്ടോ? PR ഉണ്ട്. PR ഉണ്ടോ? നിങ്ങൾക്ക് പൊളിറ്റിക്കൽ വർക്ക് നടത്താം. അതുകൊണ്ടാണ് 25 വർഷമായി കോൺഗ്രസ് മെമ്പർഷിപ്പ് ഇലക്ഷൻ നടന്നിട്ടില്ല. ആ PR വർക്ക്, ഒരു അനുദര AI വർക്ക് ഒക്കെ കൂടിയാണല്ലോ, നിർമ്മിത ബുദ്ധിയൊക്കെ കൂടിയാണല്ലോ ഒരു പുതിയ സമീപനം ഉണ്ടായിരിക്കുന്നത്. ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്നുള്ളത് ഇന്നുവരെ തെളിഞ്ഞ ഒരു കാര്യമാണ്. കാരണം മാത്രമല്ല ഒരു ഏകാധിപത്യത്തെ പോലെ പിണറായിയുടെ, ഞാൻ K കരുണാകരൻ്റെ കൂടെ നിന്നിട്ടുള്ള, CM സ്റ്റീഫൻ്റെ കൂടെ നിന്നില്ല. അവരുടെയൊക്കെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അവർക്കൊക്കെ ദേഷ്യമുണ്ട്, ബഹളമുണ്ട്, അവരുടെ മുമ്പിൽ ആരും ചെന്ന് നിൽക്കാറില്ല. സമാനമായി പിണറായിയുടെ സ്വഭാവമുണ്ട്. ഞാൻ ഭരണവിരുദ്ധമൊന്നും കാണുന്നില്ല, എന്തുകൊണ്ട് കാണുന്നില്ല. കേരളത്തിൻ്റെ വികസന ചരിത്രത്തിൽ അത്ഭുതങ്ങൾ സൃഷ്ടിച്ച ഗവൺമെൻറ്റാണ്. ഇപ്പോൾ ഞാൻ എന്തുകൊണ്ടാണ് പിണറായിയോട് കൂടുതൽ അടുത്തത്? ഞാൻ കൂടി കേന്ദ്ര ഗവൺമെൻറ് ഉള്ളപ്പോഴാണ് വൈപ്പിൻ ഗെയിൽ പ്രോജക്റ്റ് കേരളത്തിനും കർണാടകയ്ക്കും തമിഴ്നാടിനും ഗുണം ചെയ്യുന്ന പ്രോജക്റ്റാണ്. പക്ഷെ അത് അനൗൺസ് ചെയ്തതിന് ശേഷം 3 മുഖ്യമന്ത്രിമാർ വന്നു, ഒരു ഇഞ്ച് പോലും പണിയാൻ കഴിഞ്ഞില്ല. അതോടൊപ്പം ആരംഭിച്ച് ഗുജറാത്ത് കമ്മീഷൻ ചെയ്തു. ഇത് പൂട്ടിപ്പോകാൻ പോകുമ്പോഴാണ് പിണറായി മുഖ്യമന്ത്രിയായിട്ട്. ഞാൻ ഡൽഹിയിലുണ്ട്. അപ്പോൾ അന്ന് മൻമോഹൻ പ്രധാനമന്ത്രി ചോദിച്ചു, മോദി ചോദിച്ചു, എന്ത് ചെയ്യാൻ ഞങ്ങൾ പൂട്ടിക്കോട്ടെ? ഇത് വേണ്ട.
അപ്പോൾ നടപ്പിലാക്കി. ഇതൊക്കെ നേടിയെടുക്കുന്നതിൽ പിണറായി വിജയിച്ചു എന്ന് വേണം. പക്ഷേ മറ്റൊരു രാഷ്ട്രീയം എന്നുള്ള കാര്യം, ഇപ്പോൾ കടക്കുപുറത്ത് വീട്ടിൽ പോയി ചോദിക്കുക, മാധ്യമങ്ങളോടുള്ള സമീപനം എല്ലാം അദ്ദേഹത്തിന് ഒരു പരിധി വരെ ആ ഒരു ഭരണവിരുദ്ധ വികാരത്തിന് അപ്പുറം. എനിക്ക് അങ്ങനെ കാഴ്ചപ്പാടില്ല. ഇതൊക്കെ ഓരോരുത്തർക്കും ഓരോ സ്വഭാവങ്ങളുണ്ട്. അത് ഭരണവുമായിട്ട് വ്യത്യാസം. ദേശീയപാത, ഞാൻ കേന്ദ്രമന്ത്രിസഭയിൽ ഇരിക്കുമ്പോഴല്ലേ ഇവിടുന്ന് VS നേതൃത്വത്തിൽ ഉമ്മൻചാണ്ടി ഉൾപ്പെടെ ഞങ്ങൾക്ക് 35 മിനിറ്റ് മതി. അവിടെ അല്ലേ നമ്മൾ 45 50 ആകാശപാതയിൽ പോവല്ലേ. വിഴിഞ്ഞം കാര്യം ഉമ്മൻചാണ്ടിയാണ് ആ പ്രോജക്റ്റ് വളർന്നതിൻ്റെയൊക്കെ പക്കാലത്ത് ഉണ്ടല്ലോ. ആ പ്രോജക്റ്റ് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണെങ്കിൽ നടത്താൻ പറ്റും. ഇതുപോലെ എന്തൊരു സമര പരമ്പരകളായിരുന്നു. അന്ന് ഞാൻ ഈ സമര പരമ്പരകളൊക്കെ സ്റ്റീമിനോട് പിണറായി വിജയൻ പറഞ്ഞു, എന്തു വന്നാലും വെടിവെപ്പ് ഉണ്ടാകും. കാരണം അവിടുത്തെ 3 വെടിവെപ്പ് കൈകാര്യം ചെയ്ത ആളാണ് ഞാൻ വിഴിഞ്ഞത്ത്. മത്സ്യത്തൊഴിലാളിയുടെ സ്വഭാവം എനിക്ക് നന്നായിട്ട് അറിയാം. അതൊക്കെ അദ്ദേഹം അത് ഭംഗിയായിട്ട് കൈകാര്യം ചെയ്തു. വികസനത്തിനൊരു വലിയ മാറ്റം നമുക്ക് ഇപ്പോൾ ഗവൺമെൻറ് മാറുമല്ലേ. 4000 കോടി രൂപ ട്രഷറി കിടപ്പുണ്ട്. കേന്ദ്ര ഗവൺമെന്റുമായി നമുക്കൊരു ബെറ്റർ റിലേഷൻഷിപ്പ് ഉണ്ടാക്കാം. അപ്പോ ഖജനാവ് കാലിയാണ്, പൂച്ച പറ്റി കിടക്കുക എന്നുള്ള വാദങ്ങളെല്ലാം സ്ഥാനത്താണ്. ആണല്ലോ. ഇത് ചുമ്മാണക്കല്ല, റിസർവ് ബാങ്കിന്റെ കണക്കല്ലേ. അതൊക്കെ നമ്മൾ പൊളിറ്റിക്കലായിട്ട് പൂച്ച കിടക്കുന്നു, പട്ടി കിടക്കുന്നു, എരി കിടക്കുന്നു എന്ന് പറയാം. 4000 കോടിയാണ് കിടക്കുന്നത്. പല കാര്യത്തിലും കുറച്ചുകൂടി ബെറ്റർ ആക്കാമായിരുന്നു. അത് പൊളിറ്റിക്കലാണ്. ഇപ്പോൾ BMC ഒന്ന് എഴുതി കഴിഞ്ഞെങ്കിൽ ഒരു 6000 രൂപ വേറെ കിട്ടിയാണ്. അങ്ങനെ പല പ്രോജക്റ്റുകളും നമ്മുടേതായ ചിലതിന് യൂസേഴ്സ് ഫീ കൊടുക്കാൻ താമസിച്ചിട്ടുണ്ട്, സർട്ടിഫിക്കറ്റ് കൊടുക്കാൻ താമസിച്ചിട്ടുണ്ട്. അത് വെച്ച് നോക്കിയാൽ നമ്മൾ അതുപോലെ CM അവിടെ വന്നാൽ പ്രധാനമന്ത്രി കാണണമെങ്കിലോ ഹോം മിനിസ്റ്റർ കാണണമെങ്കിലോ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടില്ല. പലപ്പോഴും മറ്റു മന്ത്രിമാർ കാത്തിരിക്കുക. എന്തുകൊണ്ടാണ് ഈ ലാവ്ലിൻ കേസ് ഇത്രയും നീട്ടിക്കൊണ്ടു പോകാൻ 30 തവണയാണ് മാറ്റിവെച്ചത്? അതൊന്ന് അന്വേഷിക്കണം. കേസില്ല. അതിൻ്റെ കേസ് വേണ്ടേ? ഉമ്മൻചാണ്ടി തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ കേസ് എടുത്താൽ. എന്താ പറഞ്ഞ അവസാന ക്യാബിനറ്റിൻ്റെ അവസാന ദിവസം സമ്മർദ്ദം കൊണ്ട് ചെയ്തതാണ്. ഞാനല്ല പറഞ്ഞത്, ഉമ്മൻചാണ്ടി. അപ്പോൾ ആ അതിൻ്റെ കേസ് വേണ്ടേ? കേസ് ഉണ്ടെങ്കിൽ ചെയ്യൂലേ? കേസില്ല. ഞാൻ ആന്റണി മന്ത്രിസഭയിലുള്ള ഫയൽ കണ്ടതാണ്. CPM BJP ഡീൽ എന്നുള്ളൊരു വാദങ്ങൾ നിറയെ വരുന്നുണ്ട്. എന്തും പറയാറ്റോ. അതാണ് ഈ PR എന്ന് ഞാൻ പറയുന്നത്. PR വെച്ച് നമ്മുടെ മാധ്യമങ്ങൾ ഉൾപ്പെടെ, മാധ്യമങ്ങളുടെ സ്വഭാവം മാറിയില്ലേ. പഴയ മാധ്യമങ്ങളാണോ ഇപ്പോൾ ഈ മത്സരം? 24 മാധ്യമങ്ങളവിടെ, ചാനലുകളവിടെ തമ്മിലുള്ള മത്സരം ചെറുതാണോ? കാശോടെ ഞങ്ങളാണ് ഇത് ആദ്യം കൊണ്ടുവന്നത്. ഈ ലാവലിൻ്റെ എന്തെങ്കിലും വേണ്ടേ? ഉണ്ടെങ്കിലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇല്ലാത്തതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. KV തോമസ് മാഷിന്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ തുടരും. കാത്തിരിക്കുക.